ഇവർക്കൊക്കെ പേടിയ എല്ലാവരും കാര്യമില്ല. അപ്പം കാര്യങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ആരും പേടിക്കേണ്ട, ഞാനില്ല മാത്രമല്ല കണ്ടു. അപ്പം കാര്യത്തിൽ കാണുമല്ലേ ഏകോട്ടൊക്കെ കൊണ്ടുപോകാം, അതുകൊണ്ട് തന്നെ അനുഭവമുള്ളതല്ലേ ഇവിടെ തന്നെയാണ്. അപ്പം ദേവന്മാർക്കൊക്കെ അനുഭവന്മാരില്ലെങ്കിൽ ഞങ്ങൾ മുട്ടം ചെയ്യുന്നുണ്ട്. കാരണം ആരെ മാറാൻ പറ്റില്ല, മനുഷ്യനാകത്തില്ലേ. അപ്പം ആര് ഇതിനങ്ങോട്ട് തൊട്ടാലുള്ള ജീവൻ പോകാം. ഈ ദാരിദ്ര്യം അവരുടെ അനുഭവമുണ്ട്. അവർ ആ വനമുണ്ട് വലിയൊരു സമുദ്രത്തിനടി കൊണ്ടുപോയി പോയതാണ്. അവരെല്ലാം കൂടെ അവിടെ ജീവിക്കണം. ഇല്ലെങ്കിൽ കടലിലെ സമുദ്രത്തിലെ ജീവികളെല്ലാം വെക്കുന്നതാണ്. അത് കഴിഞ്ഞ പറഞ്ഞു പറ്റി ഒരു നൗകെന്ന് പറഞ്ഞാൽ അറിയാം. ഒരുപാട് നൗകരുടെ വന്നു അവരെല്ലാം വിളിച്ച് അവിടെ ബന്ധനസ്ഥരാക്കി എല്ലാവരും ചെയ്തില്ല. അതിൽ ഒരു രാജാവ് ധർമ്മനാണെന്ന് തോന്നുന്നത്. ഇതിവിടെ പേരിൽ അർത്ഥമില്ല, കുറെ പേരുണ്ട്. ആ പേരെല്ലാം അവസാനമില്ലാത്തതായിട്ടാണ്. അപ്പൊ അദ്ദേഹം ഭയങ്കര ശിവഭക്തനാണ്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് പിന്നെ ശിവനെ കുറിച്ചോടെ എപ്പോഴും ശിവനെ കുറിച്ചോണ്ടിരിക്കും. അതൊക്കെ അവരുടെ ആളുകളും ശിവനെ പ്രേരിപ്പിക്കും. എല്ലാവരും ശിവനെ കൊണ്ട് ശിവനെ ഞാനാണ് ശിവനെ എല്ലാവരും ഭയങ്കര ശിവനില്ല. അപ്പൊ ഈ ഗാർഡിയൻ ആരും അറിയില്ല. ഗാർഡിയനൊരു ശിക്ഷൻ കണ്ട് പരമേശ്വരൻ ഞാൻ സുന്ദര രൂപത്തിലാണ് ഞാൻ ചോദിക്കുന്നതല്ല. അപ്പൊ ഇയാള് ഇയാൾക്ക് ഇതെന്താ സുന്ദരനായ എന്ന് പറഞ്ഞ് ഇയാളെ സുന്ദരത്തിന് അയാളെ കാണാൻ പറ്റുന്ന ആ സുന്ദരനായിരുന്നു. അപ്പൊ ഇയാള് അപ്പൊ എന്ത് ചെയ്തു? ആ അങ്ങനെ പറഞ്ഞു പിന്നെ പഠിച്ചുകൊണ്ടിരുന്നു. വർദ്ധിക്കുന്നൊക്കെ ഉണ്ടാക്കി വിശ്വാസങ്ങൾ കിട്ടുന്നില്ല രാജാവ്. അപ്പൊ ഇങ്ങനെ എന്തായിരുന്നു മറ്റേ ആ രാജാവില്ല. അപ്പൊ ഇങ്ങനെ രാജാവിനെ അതിനെക്കാളില്ല, അതിനെക്കാളും പോലെ ആ വർദ്ധിക്കുന്നതിൽ കാണാൻ പോയി പ്രശ്നങ്ങളോടെ പ്രത്യക്ഷപ്പെട്ടു. ഗുജറാത്തിലെ ശിവ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പോകാൻ ഞാൻ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഈ ഇവിടെ വെച്ച് നശിച്ചു പോകുന്നത് നശിച്ചുപോലെ ഞാൻ എല്ലാവരും കൊല്ലിക്കുന്നു. അപ്പോഴത്തേക്ക് പാർവതി ദേവിക്ക് സങ്കടമായി. കാരണം ധാരാളം പറഞ്ഞു, അയ്യോ അതെന്താ ഈ പറയുന്നത്, എൻ്റെ അനുഗ്രഹങ്ങളാണ്, എൻ്റെ ഒരു അംശം തന്നെയാണ്. പക്ഷെ അവരുടെ ആളുകൾ അത് പറ്റില്ല. ശിവൻ പറഞ്ഞു പോയി ആദ്യം ചെയ്യും. അപ്പൊ പാർവതി പറഞ്ഞു, അതല്ല ഈ നമ്മുടെ കണ്ണുകൾ തീരുന്ന വഴി എൻ്റെ ആളുകൾ, അതായത് സംഭവങ്ങളുള്ളവരല്ലേ, അവർ ആ കുടുംബത്തോടുകൂടി തന്നെ ഇവിടെ ജീവിക്കണം. ജോലിയിലാണ് ഇവിടെ തന്നെ ജീവിക്കണം, അല്ലാതെ പറ്റില്ല. ശിവൻ അങ്ങനെ തന്നെ ആവട്ടെ. ഒരു കാര്യമുണ്ട്, അവരങ്ങനെ ജീവിച്ചിട്ട് പക്ഷെ അവര് ഈ യുഗം കഴിയുമ്പോൾ സത്യയുഗമാണ് കാണുന്നതാണ്. അത് കഴിയുമ്പോൾ അപ്പൊ ഈ സത്യയുഗം വരെ അവർക്ക് പറ്റുള്ളൂ. കാരണം ഈ സത്യയുഗം കാണുമ്പോൾ കണ്ടുകൊണ്ടിരുമ്പോൾ എല്ലാ ധർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ഒരാളുകളും എല്ലാം ഉണ്ടാകും. അങ്ങനെയായിരിക്കും അടുത്തുള്ള സത്യയുഗത്തിന്റെ രാജാവ്. അപ്പൊ അയാൾ എല്ലാവരും ആ ധർമ്മിഷ്ഠനാകുന്നില്ല, അദ്ദേഹം ഒന്നിച്ചു കൊടുക്കും. അവിടെ തന്നെ ഈ എല്ലാം സംബന്ധിച്ചിട്ട് അങ്ങനെ ഇനി പോകണ്ടേ, മാസങ്ങളായിട്ട് ഇവിടെ തന്നെ താമസിക്കണം. ഇതിന്റെ എല്ലാം രക്ഷാകരണം എല്ലാത്തിനും ശരിയായിട്ട്. പിന്നെ മാത്രമല്ല പിന്നെ ഞാനവരുടെ എല്ലാം സംരക്ഷിക്കുന്നത് ഇവിടെ തന്നെ വിവാഹമാണ്. അങ്ങോട്ട് മാറി അതാണ് എവിടെയാണെന്ന് വെച്ചാൽ നാഗേശ്വരനാണ്. ഗുജറാത്തിലെ സൗരാഷ്ട്ര തീരത്ത് ധാരാളം അവിടെയാണ് ഈ നാഗേശ്വരൻ രാജാവ്. ഇനി വാരണാസി വിശ്വേശ്വരൻ അത്
പുറത്ത് വളരെ നല്ലൊരു പ്രശ്നമാകുന്നത്. കാരണം അത് നമ്മൾ പരമ്പരമാക്കി നിന്ന് നിർമ്മാസിച്ചു സൗന്ദര്യം. അതിൽ സൗന്ദര്യമായ ശിവനാണ്. സൗന്ദര്യ രൂപം പ്രത്യക്ഷമാണ്. ആ സൗന്ദര്യ രൂപം ശിവനാണ്. ശിവൻ നിർമ്മിതമുണ്ട്, സൗന്ദര്യമുണ്ട്. അത് ഗുണമാണ്. അപ്പൊ ഈ ശിവൻ പ്രകൃതി ഭൂഷണമാണ്. പുരുഷത്തിനെ ശിവന്റെ പറയുന്നതാണ് ശിവത്തിനെ ഭൂഷണ പ്രകൃതി സ്ത്രീയാണ്. അപ്പൊ അവർക്കിങ്ങനെ ഒരു ആദരനെ പറയുന്നുണ്ട്. അപ്പൊ ഒരു പരബ്രഹ്മത്തിന്റെ ഒരു ശബ്ദം അശനയില്ല. നിങ്ങൾ അവസരം ഇഷ്ടമാണ്. അത് ഞങ്ങളെവിടെ പോയാൽ അവസരിഷ്ടിക്കുന്നു. നമുക്ക് സ്ഥലമില്ല, നമുക്ക് സ്ഥലമില്ലാതെ അവസരിഷ്ടിക്കാനൊന്നും പറ്റില്ല. അപ്പോഴെന്ത് ചെയ്യുന്നു? ഈ നിർദ്ദേശം തന്റെ ശൂലത്തിൽ തന്റെ ശരീരത്തിന്റെ ആംശത്തിന് 5% രീതിയിലുള്ള ഒരു സുന്ദരമായിട്ട് നഗരം തുടങ്ങി. ഇവിടെ ഭൂമിയൊന്നുമല്ല, അന്തരീക്ഷത്തിലുള്ള ശൂലത്തിൽ പുറത്തെത്തി പറഞ്ഞു. പുറത്തെത്തി പുരുഷൻ കണ്ട കൊണ്ടുപോയി. അപ്പൊ ഈ പുരുഷനല്ല. അപ്പൊ നമ്മുടെ ശ്രീഹരി എല്ലാവർക്കും മുകളിലേക്ക് കടന്നു. ശ്രീഹരി എതിരായിരുന്നു. കാരണം ഈ അടുത്ത സൃഷ്ടി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും കടന്നു ശ്രീഹരി. അന്നേരം കുറെ കഴിഞ്ഞു ഭയങ്കര ശ്രീഹരി കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഒന്നുമല്ല, വർഷങ്ങളോളം കഴിയുമ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ഒഴികൊണ്ടില്ല. ഇങ്ങനെ തലം ശരിയായി തലം അതിന് വരുന്നതുണ്ട്. കർമ്മത്തിൽ നിന്നുമായി താരങ്ങൾ അവിടെ മണികർണിയാന്നുള്ള നിർമ്മാണമാണ്. അതിനകത്ത് കൈകാശി പറയുന്നവരുണ്ട്. ഞങ്ങൾക്ക് പ്രസക്തി മണികർണിയാന്നുള്ള നിർമ്മാണം. അതിലിപ്പോൾ ശ്രീഹരിന് അത് ഏറ്റെടുത്തു. ശിവന്റെ ആത്മപ്രകാരം നാഭികത്തിന് നിർമ്മാണങ്ങൾ ശിവകറിയും ഇതിനെ സൃഷ്ടി ഭൂലോക സൃഷ്ടി നടത്താൻ ബ്രഹ്മാവ് ലോകം സൃഷ്ടി. ഈ ലോകത്തെ സൃഷ്ടിക്കാനാണ് എല്ലാവരും വരുന്നത്. സൃഷ്ടി നടത്തില്ല. സൃഷ്ടി നടത്തി കഴിഞ്ഞാൽ ആ ജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. അതിനകത്ത് നിന്ന് പോകുന്നത് ഈ ഭൂമിയില്ല. അങ്ങനെ അപ്പൊ പിന്നെ ഈ വെള്ളം വെട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അതിന്റെ സൂര്യത്തിന് ഇദ്ദേഹം വലിച്ചത്. അപ്പോഴാണ് ഈ ജീവികള് എന്തെങ്കിലും ഉപകാരപ്പെടുന്നത് ചെയ്യുന്നത്. അവര് കണ്ടുപോകാം, നമ്മളെ ആരാധിക്കുകയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനകത്ത് അവിടുത്ത രൂപങ്ങളുണ്ടാക്കി നിർമ്മാണം ഉണ്ടാക്കി അതിനകത്ത് വെച്ചു. നമ്മൾ ഒന്നിനെ ശ്രമം അതുപോലെ അതിനകത്ത് വെച്ചിട്ട് ഈ വിശുദ്ധത്തിന് താഴെ ആ സ്ഥലം ആ 5 കോശം 5 കോശം ആശയ സ്ഥലമാണ്. അത് ആശയമായി പോകുന്നത്. അപ്പോഴത്തേക്ക് ഇതുവരെ അതേ ശിവം പറഞ്ഞു വേറെ ശിവന്മാരുണ്ട്. അത് പറഞ്ഞു അത് ഞങ്ങളെ വിട്ടിട്ട് പോവാണ്. വിട്ടിട്ട് പോയാലും പറ്റത്തില്ല. ഞങ്ങളുടെ വേറെയൊക്കെ അംശമാണ്. പക്ഷെ ആളുകളില്ല ആളുകളെ ഞങ്ങൾക്ക് ഊഹിക്കാൻ എല്ലാം പറ്റുന്നില്ല. ഇപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ പക്ഷേ ഒരു കാര്യം ഈ ബ്രഹ്മയുടെ ഒരു കാര്യമുണ്ട്. ബ്രഹ്മാവിന്റെ ഒരു ദിവസം കഴിയുമ്പോൾ പറയാറുണ്ട്. അപ്പൊ അത് ശിവൻ വീണ്ടും ശിവത്തിന് പറയുന്നല്ലോ. പിന്നെ സ്ഥാനത്ത് വെച്ച് അടുത്ത സൃഷ്ടി തുടങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ഈ നാശിക്ക് നാശമുള്ള പേര് വരാനുള്ള കാരണം. അതാണ് കർമ്മങ്ങളുടെ കഷ്ടം കർമ്മമാണ്. അത് ഇങ്ങനെ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. കാരണം ഐശ്വര്യത്തെ വിഷയമില്ല. വിഷയം പറയാൻ ശിവം മുഖ്യം. അങ്ങനെയാണ് പവിത്ര ഇല്ലെന്നാണ് ഇതെല്ലാം മതി. വിശേഷ അതിനുള്ളിൽ പോകില്ല. ഒരു വിശദമായി ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയും. കാരണം ഈ അവിടുത്തെ ലിംഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ എല്ലാവർക്കും പോയിരുന്നാൽ നമുക്ക് പലരും നോക്കുന്നതെല്ലാം കിട്ടുന്നു. സ്ഥാപിക്കുന്നു അതിന്റെ നമുക്കൊരു അതിശയത്തിനൊരു ജനമില്ല. അതാണ് ബാക്കിയെല്ലാം നമ്മൾ മോശം പിന്നെ പല ജനങ്ങളുണ്ട്. ഇങ്ങനെ കിട്ടുന്നതാണ്. അതാണ് ആശയം. ഇതിന്റെ പ്രത്യേകത.
പണ്ട് ദുർഗാണ് അഹന്യ നമ്മുടെ രാമായണത്തിലാണെന്ന് എനിക്കറിയില്ല, ഒന്നൊന്നും പറയുന്നില്ല. ദുർഗം അഹന്യം മഹർഷി ആരാണ് ഇതൊക്കെ ശുശ്രൂഷിക്കുന്ന അവർ ജീവിതമാണ്. അങ്ങനെ ഒരുപാട് ഭയങ്കര വരസാണ് എന്താക്കിയത്. അവിടുന്ന് പ്രാർത്ഥന പോകുന്നു. വരച്ചാലുള്ള സമാധാനമായിട്ട് മുന്നേ പോയി ഇതിങ്ങനെ വളരെ പ്രാർത്ഥിക്കും. വളരെ പ്രാർത്ഥിക്കുമ്പോൾ വരാൻ പറ്റുന്ന ചോദിച്ചു നിന്റെ എന്താ പറയുന്നത്? അയ്യോ ഇവിടെ വരച്ചല്ല അവരെല്ലാം പോയി അവിടെ പറഞ്ഞു. അപ്പം ഇങ്ങനെ വിചാരിക്കുന്ന അവർക്കും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കാര്യമില്ല, അക്ഷയകരത്തിലാണ് നിങ്ങൾ കുഞ്ഞു വെച്ചു. അതിന് കുഞ്ഞു വെച്ച് എല്ലാവർക്കും കുറെ ചിന്തകളോ ഒഴിച്ച് ഇതൊരിക്കലും പറ്റില്ല. ഞാൻ ഇതുകൊണ്ട് ഇതെല്ലാം ചെയ്യാം, എല്ലാവർക്കും മഴ ഇതെല്ലാം ചെയ്യാം. അങ്ങനെയല്ല വേണം ഇങ്ങനെ ആളുകൾ വിഷയം ഒരാളെല്ലാം ചെയ്യണം. ഒരാളെല്ലാം വിളിച്ചു ഇതിനോട് പേര് കർത്തികളുണ്ട്. ഇവിടെ പാല് ഇരിക്കേണ്ടോ വെള്ളം എടുക്കുന്നു അങ്ങനെ എല്ലാം എടുക്കുന്നു. ഗ്രാമീണ വഴക്കമില്ല, വഴക്കല്ല അവർ വഴക്കമില്ല. അവർ ചെയ്യുന്നത് ഭർത്താക്കന്മാരോട് വേണ്ടാത്തൊക്കെ വന്നു ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇല്ലാത്ത വഴക്കം ഗ്രാമം വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ യോജിക്കാൻ വിചാരിച്ചില്ല. ഇവരെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഗണപതിയെ താമസിക്കുന്നത് രാവിലെ താമസിക്കുന്നതാണ് അന്വേഷണം. ഈ ബ്രാഹ്മണനെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കൂടെ കുറേ ശിക്ഷാണങ്ങൾ ചിന്തിക്കാനുണ്ട്. അവരെ പോയിട്ടുണ്ട്. അപ്പം ബ്രാഹ്മണൻ പറഞ്ഞാൽ അയാളെ മുമ്പ് പോകാനില്ല. ഇതൊന്നും ഞാനെന്നെ അയാളെ കൊടുക്കുന്നില്ല. ഞാൻ ഇവിടെ നേരിട്ട് വിചാരിച്ചില്ല. വീട്ടില്ല, വീട്ടിൽ പറ്റത്തില്ല, ഓടിച്ചാൽ പറ്റില്ല. അപ്പം വേറെ അന്നാണ് ആക്കാൻ സമയം. അപ്പം ഇങ്ങനെ വഴിയിലൊക്കെ കളിച്ച് പോകണം. അപ്പം ചാവാൻ പ്രശ്നമില്ല. എന്തോ തെറ്റാവുന്നു തിന്നാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇതാണ് ഇതുള്ളത് പോയി ഒരു ചെറിയ കഷ്ണം എടുക്കുന്ന തുറന്നവേ ഉള്ളൂ. അയ്യോ കേട്ട അച്ഛൻ പശു ചേർക്കുന്നു. പശു ചേർക്കാൻ വീട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരെ പശുവിനെ വന്നു ഇതുപോലെ ഭാഗം നിങ്ങൾ പശുവിനെ നോക്കി നിങ്ങൾ പശുവിനെ വന്നു നിങ്ങൾ കാരണം ഞങ്ങളെ നിങ്ങൾ ചെയ്താൽ പോയി ജീവിക്കാനാണ് നിങ്ങളിലാണ് ഇങ്ങനെ ബോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും ചെയ്ത് തരാൻ അന്നും ഒരു ശ്രമില്ല. എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം നിങ്ങൾക്ക് സമയമില്ല. ഇത് ഓടിച്ച് വേറെ കൊടുത്തു അവിടെ താമസിക്കുക. അവിടെ ഞാൻ എന്ത് ചെയ്യണമെന്നും പാവൊന്നും ഉണ്ടാകുന്നത് ഒരു പ്രായത്തിൽ ചെയ്യാൻ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ആ പർവ്വതം 10 പ്രാവശ്യം ചുറ്റി വരണം. ഇവിടെ പലരും ചുറ്റി അതുകൊണ്ട് ഒരു പ്രാവശ്യം വരണം. പറ്റിയില്ല നിങ്ങൾ അത് കുറെ കണ്ടീഷൻ പറഞ്ഞു. പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് ഈ പർവ്വതം ചുറ്റി ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾ പതിനായ കാർഷിക ജീവിതങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് നിങ്ങൾ വെള്ളം ഉണ്ടാക്കി വെള്ളം ഒഴിച്ചിട്ട് എങ്ങനെ വരുത്തി നിങ്ങളത് കുടിച്ചിട്ട് വരാം. എങ്ങനെ വരുത്തുന്ന കാർഷികെല്ലാം നിങ്ങൾ ചെയ്തു. ഇങ്ങനെ ചെയ്തിട്ട് കൃഷ്ണനെ നമസ്കാരം കൃഷ്ണുണ്ടോ എന്താ എന്റെ പാപം വിളിക്കാനാണ് ഞാൻ അതിന്റെ എത്തിനെ കർമ്മം ഞാൻ പറഞ്ഞാൽ നിങ്ങളത് പാപം ചെയ്യുന്നില്ല. അവരെ പാപം ചെയ്യുന്നു, അപപാപം ചെയ്യുന്നു. നിങ്ങളെ കാണുന്നതേ നല്ലതാണ്. അവരെ കാണുന്നതാണ് ഈ പാപത്തിലായി കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യില്ല. എന്നാലും ഞാൻ എന്താ ആവശ്യമില്ല. ഇനിയിപ്പം അത് ദേവാലയത്തിൽ വെക്കണ്ടേ? അത് ദേവാലയം എന്നാലും വലിയ ശിവൻ ചെയ്യും. ഭൂമിയുടെ സ്വർണ്ണത്തിലാക്കിയുള്ള ജലം എടുക്കണം. സൂര്യനെ ദേവാലയമില്ല. ദേവാലയത്തിൽ വന്ന് ഇതൊക്കെ ശുദ്ധീകരിച്ചിട്ട് പോകുക. അപ്പം അങ്ങനെ അയ്യോ എന്നെ ശുദ്ധീകരിച്ചിട്ട് തിരിച്ചു പോകല്ലേ. കാരണം എന്നെ ശുദ്ധീകരിച്ചിട്ട് പോയാൽ പിന്നെ ഈ ലോകത്തിന് വേണ്ടേ ശരിയുണ്ടെങ്കിൽ ഒന്നാമത്തെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ദൈവമില്ല ഞാൻ ശുദ്ധീകരിച്ചിട്ട് പോകും. അല്ലെങ്കിൽ ഇവരോട് അന്ന് ഉമാസനായിട്ട് പറഞ്ഞു ആണെന്നാണ് അറിയുന്നത്. അപ്പം ശിവമല്ല അല്ലെങ്കിൽ ഞാനും നീ വ്യത്യസ്തമല്ലല്ലോ.
എന്നുള്ള കേരളം ഗോദാവരിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഗോദാവരിയുടെ ഉത്ഭവസ്ഥ